എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ്. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയിലേക്കാണ്. കുറച്ച് ആൾക്കാർ എന്നോട് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. പെട്ടെന്ന് കളർ വയ്ക്കാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊന്ന് പുറത്ത് പോകണം. അപ്പോൾ ഫേഷ്യലൊക്കെ ചെയ്യണമെങ്കിൽ 2 ദിവസത്തിന് മുന്നേ ഫേഷ്യൽ ചെയ്യണമല്ലോ. അപ്പോൾ അതൊന്നും പറ്റാത്തവർക്ക് ഒരു ബർത്ത്ഡേ ഫംഗ്ഷനോ ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനോ ഒക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മുഖത്ത് ഗ്ലോ കിട്ടുന്ന, അല്ലെങ്കിൽ നന്നായിട്ട് നിറം വർദ്ധിക്കുന്നത് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ അതിന് പറ്റിയൊരു പാക്കാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുന്നത്. 100% റിസൾട്ട് കിട്ടുന്നതാണ്. എന്നുവെച്ചാൽ പെട്ടെന്ന് നമുക്കൊന്ന് നമ്മുടെ വീട്ടിലുള്ള സർവ്വസാധാരണമായ സാധനങ്ങൾ മാത്രമാണ്, വളരെ കുറച്ചേ ഉള്ളൂ. അത് വെച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്ത് നമ്മുടെ ഫേസിന് കളർ വയ്ക്കാം. ഞാൻ അതിന് മുന്നേ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ, പാക്ക് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറയുകയാണ്, ഞാൻ മുന്നേ ഇട്ട വീഡിയോ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. കുറേ ആൾക്കാർ വിളിച്ചിട്ട് ഈ പാക്ക് ഡെയിലി നമ്മൾ ഓരോ പാക്കുകൾ ഇട്ട് അത് ആ കവിളിനുള്ളത്, അതൊക്കെ ഒരുപാട് ആൾക്കാർ ശരീരം വണ്ണം ഉണ്ടായിരുന്നു, അല്ല മെലിഞ്ഞിട്ടിരുന്ന് മുഖത്തിന് വണ്ണം ഇല്ലായിരുന്നു, അതിപ്പം ഇത് ചെയ്ത് നല്ല കവിളൊക്കെ വെച്ച് എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തരാമെന്ന് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അത്രയും ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞ് ഒത്തിരി നല്ല സന്തോഷം. കാരണം നിങ്ങൾ ചെയ്തതിനാണ് ഞാനിത് പറഞ്ഞെങ്കിലും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും കിട്ടത്തില്ല. അപ്പം നിങ്ങൾ ഡെയിലി രാവിലെയും വൈകിട്ടും ഒക്കെ ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷേ അതങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഗുണം. ഞാനിട്ട എല്ലാ വീഡിയോയ്ക്കും നല്ല 100% റിസൾട്ട് ഉള്ളത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ പാക്ക്. അപ്പം നമ്മൾ ഓരോന്നൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അത് ഓരോന്നും നിങ്ങൾ മാറി മാറി ഓരോ പാക്കുകൾ, കണ്ണിൻ്റെ അടിയിലെ കറുപ്പിന്, പിന്നെ കരിമങ്ങല്, അതെല്ലാം നിങ്ങൾ ഡെയിലി ചെയ്യണം. അതെല്ലാം ഉള്ളവർ ഡെയിലി ചെയ്താൽ നല്ല എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും, റിസൾട്ട് കിട്ടും. അപ്പോൾ ഇന്ന് ചെയ്യുന്നതും അതേപോലെ നല്ല റിസൾട്ട് ഉള്ളതാണ്. ഇത് ആർക്കും ചെയ്യാവുന്നതാണ്, എല്ലാ സ്കിന്നുകാർക്കും ചെയ്യാവുന്നതാണ്. അത് ചെയ്താൽ ഉടനെ നമുക്ക് നല്ല കളർ കിട്ടും. അത് നമുക്ക് ഡെയിലി ചെയ്യാം, യാതൊരു കെമിക്കൽസും ഇല്ല. നമ്മളിപ്പം പാർലറിലൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീട്ടിൽ ഇരുന്നത് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ ചെറിയ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. മെയിനായിട്ട് വേണ്ടത് നമ്മുടെ അരിപ്പൊടിയാണ്. അറിയാമല്ലോ, അരിപ്പൊടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ക്ലെൻസറാണ്, ബ്ലീച്ചിങ് എഫക്റ്റാണ്. നമ്മുടെ മുഖത്തേക്ക് ഇതിട്ട് കഴിയുമ്പോൾ നല്ല കളർ വയ്ക്കും, ക്ലെൻസർ ക്ലീൻ ആവും, പിന്നെ ഒരു സ്ക്രബും കൂടിയാണ്. ഇതിനകത്ത് തന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഫേസിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്ക്രബ് ചെയ്യുന്ന എഫക്റ്റാണ്. സ്ക്രബ് ചെയ്യുന്നതിന് വളരെ നല്ലതാണിത്. അപ്പം അതാണ് ഒന്നെടുക്കുന്നത്, അരിപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടുന്നത് തൈരാണ്. തൈര് വളരെ നല്ല ക്ലെൻസറാണ്. തൈരും ശരീരത്തിന് കളർ വയ്ക്കാൻ ഒരുപാട് നല്ലതാണ്. പിന്നെ നമ്മുടെ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ്, കാപ്പിപ്പൊടി, ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ. ഇതെല്ലാം നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒരു സ്പൂണാണ്, എത്രയാണോ നിങ്ങളുടെ ഫേസിന് ആവശ്യം അത് നിങ്ങൾ ചെയ്യുക. കുറച്ച് അരിപ്പൊടി ഇതിനകത്ത് ഇടുക, എത്ര വേണോ അത്ര ഇടുക. പിന്നെ കുറച്ച് തൈര്, അതൊന്ന് മിക്സ് ആവാനുള്ള തൈര് ഒഴിക്കണം. ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിത് ബ്രൂവിൻ്റെ കുറേ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ എളുപ്പം ഇടാമല്ലോ. വേണ്ടേ, കാപ്പിപ്പൊടിയാണ് ഇടുന്നത്. കുറച്ച് കാപ്പിപ്പൊടി കൂടിയാലും കുഴപ്പമില്ല. സ്കിന്നിന് കളർ വയ്ക്കാൻ ഏറ്റവും നല്ലതാണ്. ബ്ലീച്ച് പോലെ തന്നെ കളർ വയ്ക്കാൻ കോഫിപ്പൊടി വളരെ നല്ലത്. ഇത് കോഫി പാക്കെന്ന് തന്നെ പറയും. ഇത് വെച്ച് തന്നെ ഫേഷ്യലും ചെയ്യാം. കോഫി ഫേഷ്യൽ എന്നൊക്കെ പറയുന്നില്ല, ചോക്ലേറ്റ് ഫേഷ്യൽ, അതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ ഇതിനോടൊപ്പം നമുക്കൊരു ടാബ്ലറ്റ്, വൈറ്റമിൻ ടാബ്ലറ്റ് പൊട്ടിച്ചു ഒരു പിന്ന് വെച്ചെടുത്തൊരു കുത്തു കൊടുത്താൽ മതി, അതങ്ങ് പൊട്ടിക്കോളും. 1-2 ഒക്കെ ചേർക്കാം. ഇത് ചെയ്യുന്നത് നല്ല ഗ്ലോയാണ് ഫേസിന്. പിന്നെ വൈറ്റമിൻ അല്ലേ, അപ്പം നമുക്ക് സ്കിന്നിന് വളരെ നല്ലതാണ്, ഫേസിനൊക്കെ. ഇത്രയും മാത്രം തന്നെ മതി. ഇത് എന്തൊക്കെയാണ്? അരിപ്പൊടി, കാപ്പിപ്പൊടി, നമ്മുടെ വീട്ടിലുള്ള കാപ്പിപ്പൊടി, പിന്നെ ഉള്ളത് തൈര്. ഇത് 3ഉമാണ്. ഇത് 3ഉം മാത്രം തന്നെ മതി. ഇത് നോർമൽ സ്കിന്നാണെങ്കിൽ. അതല്ല ഡ്രൈ സ്കിന്നാണെങ്കിൽ ഇത്തിരി തേൻ കൂടെ ഒഴിക്കാം. ഡ്രൈ സ്കിന്നാണെങ്കിൽ മാത്രം ഇത്തിരി തേൻ ഞാൻ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഒഴിച്ചേക്കുക. തേൻ നിർബന്ധമില്ല, ലേശം തേൻ, ഒരു ഓയിൽ വരുന്നതിന്. ഡ്രൈ ആകുമ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് ഓയിൽ ഇത് വരണമല്ലോ, അതിന് വേണ്ടിയാണ് നമ്മൾ ഇത് ചേർക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളത് കാപ്പിപ്പൊടി, തൈര്, അരിപ്പൊടി. ഇത് 3 നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. മറ്റേത് വേണമെങ്കിൽ മാത്രം ചേർക്കുക. നല്ല ഡ്രൈ ഉള്ള സ്കിന്നാണെങ്കിൽ അത് ചെയ്താൽ മതി. ഇനി ഇത് 3 കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത്തിരി കൂടെ തൈര് വേണം.
തൈരൊക്കെ സ്കിന്നിന് എത്ര നമ്മൾ ചേർത്താലും വളരെ നല്ലതാണ്. നല്ലോണം മിക്സ് ചെയ്യുക. അത് മിക്സിങ് നന്നായിട്ടിരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ച കണക്കൊക്കെ ഇരിക്കും. അപ്പോൾ നല്ല മിക്സ് ചെയ്യുക. ഞാനിതിന് മുന്നേ പറഞ്ഞ പാക്ക് ഇതൊക്കെ വെച്ച് തന്നെ വേറെ പാക്കുമൊക്കെ നമ്മളിട്ട് അതുമൊക്കെ നല്ലതാണ്, അടയാളം മാറാൻ. പക്ഷേ ഇത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഇത്രയും ഇതൊരു വീട്ടിൽ നമ്മുടെ കിച്ചണിലുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതോ ബദാം ഓയിലോ അല്ലെങ്കിൽ മറ്റേ കറ്റാർ വാഴയുടെ ജെല്ലോ ഒന്നുമേ ചേർക്കുന്നില്ല. അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഇത് തന്നെ ധാരാളം. ഇത്രയും മാത്രം നിങ്ങൾക്ക് ചെയ്യാം, ഇത് വെച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഇതാണ് പാക്ക്. താണ്ട് നല്ലൊരു കളറിൽ ബ്രൗണിഷ് കളർ, ചോക്ലേറ്റ് കളർ, നല്ല നല്ല മണമുണ്ട്. നല്ല കോഫിയുടെ ബ്രൂ കൂടെ ആയതുകൊണ്ട് നല്ല മണമാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഞാൻ ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ പോയിരുന്നു. അമ്പലത്തിൽ പോയിട്ട് ചന്ദനമൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്, അതേപോലെ വന്നിരിക്കുക. അതുകൊണ്ടാണ് ഇവിടെ മഞ്ഞ കളറായിട്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. മുഖമൊക്കെ ക്ലീൻ ആയിട്ടിരിക്കുക, കുഴപ്പമില്ല. അപ്പം നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും നിങ്ങൾ ചെയ്യുമ്പോൾ അത് മുഖം നല്ല ക്ലീൻ ചെയ്യണം. ഫേസ് വാഷോ എല്ലാം ഇട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ അരിപ്പൊടിയിൽ തന്നെ ഇത്തിരി തൈരൊഴിച്ചോ അല്ലെങ്കിൽ പാലൊഴിച്ചോ ഒന്ന് കലക്കിയിട്ട് മുഖം നല്ല ക്ലീൻ ചെയ്യാനും നല്ല. എന്നിട്ട് അത് കഴുകിക്കളഞ്ഞാൽ മതി. ഒന്ന് ഡ്രൈ ആയതിനു ശേഷം കഴുകിക്കളയാം. അത് നല്ലൊരു ക്ലെൻസറാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്താണോ ക്ലെൻസർ അത് നമ്മുടെ നന്നായിട്ട് എല്ലാം നല്ല സൂപ്പർ തണുപ്പുണ്ട്, നല്ല സുഖമുണ്ട്. എന്താ കണ്ണിൻ്റെ അടിയിലും എല്ലാം നമുക്കിടാം. ഇപ്പം എൻ്റെ പാക്കെല്ലാം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നല്ല വലിഞ്ഞ് അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ടയുടെ വെള്ളം ഇടുന്നത് പോലെയാണ്. അരിപ്പൊടി ഇട്ടാലും നമുക്ക് നല്ല വലിയ കുറച്ച് അങ്ങനെ വലിയുമ്പോൾ നല്ല നമ്മുടെ സ്കിൻ ടൈറ്റ് ആകും. സ്കിൻ ടൈറ്റനിങ്ങിന് അരിപ്പൊടി വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ചുളിവുകളൊക്കെ മാറാനും നമ്മുടെ ലൂസായിട്ട് കിടക്കുന്ന സ്കിന്ന് നല്ല ടൈറ്റ് ആവാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിത് കഴുകാം. ഇച്ചിരി വെള്ളം എപ്പോൾ നമ്മൾ ചെയ്താലും വെറും വെള്ളത്തിൽ കൊണ്ടിട്ട് കഴുകുക. ഒരുപാട് ആൾക്കാർ അങ്ങനെ കഴുകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മൾ ഒന്നാക്കി ഇത് കുടഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ സ്പ്രേ ഉണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്തിട്ട് കഴിയാം. നമ്മൾ പാർലറിലൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെയ്യും. വീട്ടിലാകുമ്പോൾ അങ്ങനെ ഉണ്ട് കാര്യമില്ല. നല്ലൊരു മസാജിങ് കൊടുക്കണം, ലൈറ്റ് മസാജിങ് കൊടുക്കാം. നന്നായിട്ട് മസാജ് ചെയ്യും. ഒരു ഫേഷ്യൽ ചെയ്ത എഫക്റ്റ്, ഇതൊരു ഫേഷ്യലിൻ്റെ എഫക്റ്റ് തന്നെ കിട്ടുന്നതാണ്. നല്ല ഗ്ലോ കിട്ടുന്നതാണ്, ഒരു സംശയവും ഇല്ല. നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങളിപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഫേസ് നല്ല ഗ്ലോ, നമുക്ക് ഒരു ഗോൾഡ് ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് കിട്ടും. തമാശ പറഞ്ഞതല്ല ഞാൻ. നല്ല കാപ്പപ്പൊടിയും അരിപ്പൊടിയും കൂടെ നല്ല ഗ്ലോയാണ് മുഖത്തിന്. തുണിയൊന്നും ഇട്ടില്ല. ഞാൻ ഇന്ന് ഇതിപ്പം എടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല, പെട്ടെന്ന് അങ്ങ് എടുത്തതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ചിലപ്പം ഇനി ഉടനെ ചിലപ്പം വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഞങ്ങളൊരു യാത്രയിലാണ്. ഇനി വെക്കേഷന് ഞങ്ങൾ മറ്റന്നാൾ ഇവിടെ ഞങ്ങൾ ഷിർദി സായിബാബ എന്ന് കേട്ടിട്ടുണ്ടോ? ഷിർദി സായിബാബ ഭഗവാന്റെ അടുത്ത് പോവുകയാണ് ഞങ്ങൾ ഫാമിലിയായിട്ട്. കുറച്ച് നാളത്തെ ആഗ്രഹമാണ്. ഇവിടെ നമ്മൾ സത്സംഗ് നടത്തുന്നുണ്ട്. ഞങ്ങൾ സായി ഡിവോട്ടികളാണ്, ഷിർദി സായിബാബ ഡിവോട്ടിയാണ്. ഭഗവാനാണ് എൻ്റെ ഗുരു. അങ്ങനെ ഞങ്ങളെല്ലാവരും അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോകാൻ പറ്റി ഞങ്ങൾക്ക് തടസ്സമായി പോയി, എൻ്റെ അച്ഛൻ്റെ മരണമൊക്കെ കാരണം. അങ്ങനെ ഞങ്ങളിപ്പം പോകാനായിട്ടെല്ലാം റെഡിയായി. ബുധനാഴ്ച പോവുകയാണ്. ഒരാഴ്ചയാണ്, അടുത്ത ആഴ്ചയിലേ വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏതൊക്കെ ദിവസം നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ ചിലപ്പോൾ ഞങ്ങൾ ഒന്നതിന് ശേഷമായിരിക്കും ചെയ്യുന്നത്. അല്ലാതെ വേറെ ദിവസം ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും. ഭഗവാന്റെ അടുത്തൊക്കെ പോയി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്നതാണ് ഷിർദി സായിബാബ. ഞങ്ങളുടെ അനുഭവമാണ് പറഞ്ഞത്. ആർക്കായാലും നമുക്കിവിടെ മാസത്തിൽ ലാസ്റ്റ് വെള്ളിയാഴ്ച വ്യാഴാഴ്ച നമ്മളത് സത്സംഗം നടക്കുന്നുണ്ട്. നല്ല ക്ലീൻ ആയത് കണ്ട. ഞാൻ നല്ലോണം മുഖം കഴുകിയില്ല, കുറച്ച് കഴുകിയതേ ഉള്ളൂ. എന്നിട്ടും എൻ്റെ മുഖത്ത് നല്ല ഗ്ലോ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണെന്ന് അറിയത്തില്ല. നല്ല
നല്ല നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും ഒക്കെ പോവും. അരിപ്പൊടി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നല്ല ടാന ഒക്കെ പോയി നല്ല നല്ല സ്മൂത്ത്, നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയാക്കി ഇരിക്കുന്നത്. നിങ്ങൾ ഒരു വെള്ളത്തിനും കൂടെ ഒക്കെ കഴുകിയിട്ട് കുറച്ചും കൂടെ ഞാൻ ഇനിയിപ്പം വേറെ വെള്ളമൊന്നും എടുക്കാൻ പോകുന്നില്ല. എന്താ ഇത്രയേ ഉള്ളൂ. കാണാമല്ലോ, നല്ല സ്മൂത്തായിട്ടിരിക്കുന്നുണ്ട് ഫേസ്. നമ്മളിത് ഫേസ് ചെയ്യുമ്പോൾ കഴുത്തിലൂടെ നിൽക്കണം. അരിപ്പൊടിയല്ലേ, അതുകൊണ്ട് കുറച്ച് അരിപ്പൊടിയും തൈരും അല്ലേ നമുക്ക് പോകത്തുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ച് നിങ്ങൾ ചെയ്യുക. നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. ഫേഷ്യൽ ചെയ്താൽ പോലും ഇത്ര എഫക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഒരു ഫംഗ്ഷന് പോകണം, നമുക്ക് പാർലറിൽ പോകാൻ പറ്റത്തില്ല. പാർലറിൽ പോകണമെങ്കിൽ 2 ദിവസത്തിന് മുമ്പേയൊക്കെ ചെയ്താലേ നമ്മൾ 3ാമത്തെ ദിവസം അതിൻ്റെ എഫക്റ്റ് നന്നായിട്ട് വരത്തുള്ളൂ. ഇത് ഉടൻ വരും, ഉടൻ തന്നെ എഫക്റ്റ് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പം തന്നെ അനുഭവമില്ല. ഇതാ, നിങ്ങൾ ആര് ചെയ്താലും നിങ്ങൾക്ക് നല്ല എഫക്റ്റ് ആയിരിക്കും, നന്നായിട്ടിരിക്കും. നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം. ഞാൻ ഓരോ പാക്കുകൾ പരിചയപ്പെടുത്തണം, അതെല്ലാം നിങ്ങൾക്ക് മാറി ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ പല പല പാക്കുകളുണ്ട്. അത് ഓരോ ഇതായിട്ട് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായ വീഡിയോ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ഇതിൻ്റെ കമൻറ്റ് റിസൾട്ട് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു യാത്രയൊക്കെ പോയിട്ട് വന്നായിരിക്കും വീഡിയോ ചെയ്യുന്നത്. അതിനേക്കാൾ മുന്നേ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യും. പിന്നെ അമ്പലത്തിൽ അവിടെ ശ്രുതിയിൽ മഹാരാഷ്ട്രയിൽ പോകുന്ന ആ സായിബാബയുടെ അടുത്ത് ഞാൻ പോകുന്ന വീഡിയോയും എനിക്ക് പറ്റുമെങ്കിൽ എടുക്കണമെന്നുണ്ട്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി പുതുവർഷാശംസകളും ക്രിസ്മസും ഒക്കെ ആശംസിക്കുന്നു. നന്ദി.